സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട്. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു, ഞങ്ങളിൽ വന്നു നിറയണമേ. 144 സങ്കീർത്തനം. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയമായ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. കർത്താവെ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്യന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. കർത്താവെ, അങ്ങ് ആകാശം ചായ്ച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങളെ സ്പർശിക്കണമേ. അവ പുകയട്ടെ. ഇടിമിന്നലയച്ച് അവരെ ചിതറിക്കണമേ. അസ്ത്രങ്ങളയച്ച് അവരെ തുരത്തണമേ. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്ന് ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും. ദശതന്ത്രീനാദത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുകയും അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത്. ക്രൂരമായ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ജനതകളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു. അവർ വലത് കൈ ഉയർത്തി കള്ളസത്യം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിനു വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെയും ആയിരിക്കട്ടെ. ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലിൽ 1000ങ്ങളും 10,000ങ്ങളുമായി പെരുകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാരപ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ തെരുവീഥികളിൽ ദീനരോദനം കേൾക്കാതിരിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. ദൈവജനമേ, സങ്കീർത്തനം 144 നാം കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വവും മനുഷ്യൻ്റെ എളിമയും തമ്മിലുള്ള മനോഹരമായ ഒരു താരതമ്യമാണ്. ഇത് ദാവീദ് രാജാവ് തൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ തൻ്റെ പാറയും കോട്ടയുമായി പിതാവായ ദൈവത്തെ ഏറ്റുപറയുന്ന ഒരു കീർത്തനമാണ്. എൻ്റെ കൈകളെ യുദ്ധത്തിലും വിരലുകളെ പോരിനും അഭ്യസിപ്പിക്കുന്ന യഹോവ എൻ്റെ പാറ, വാഴ്ത്തപ്പെട്ടവൻ എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ സങ്കീർത്തനം നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെയും ശക്തിയെയും വരച്ചു കാട്ടുന്നു. കർത്താവ് നമ്മെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കുകയും നമുക്ക് സമാധാനവും അഭിവൃദ്ധിയും നൽകുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ദാവീദിൻ്റെ ജീവിതത്തിലെ കഠിനമായ യുദ്ധങ്ങളും വെല്ലുവിളികളുമാണ്. ശത്രുക്കൾ അവനെ ചുറ്റിപ്പിടിച്ചപ്പോൾ, സ്വന്തം ജനതയിൽ നിന്നുള്ള കലാപങ്ങൾ അവനെ വേട്ടയാടിയപ്പോൾ ദാവീദ് ആശ്രയിച്ചത് തൻ്റെ സ്വന്തം സൈനിക ശക്തിയിലോ യുദ്ധതന്ത്രങ്ങളിലോ ആയിരുന്നില്ല. പ്രത്യുത സർവശക്തനായ ദൈവത്തിലായിരുന്നു. താൻ വെറും ഒരു മനുഷ്യനാണെന്നും ദൈവത്തിൻ്റെ സഹായമില്ലാതെ തനിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവ് അവനെ വിനയാന്വിതനാക്കി. ദൈവത്തിൻ്റെ കൃപയ്ക്കായി പൂർണ്ണമായും ആശ്രയിക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ ലോകത്തിലും ഈ സങ്കീർത്തനം വളരെ പ്രസക്തമാണ്. സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ സമ്മർദ്ദങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പലതരം യുദ്ധങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും നേരിടുന്നുണ്ട്. ഈ സാഹചര്യങ്ങളിൽ നാം പലപ്പോഴും നമ്മുടെ സ്വന്തം കഴിവിനെയോ
പണത്തെയോ സ്വാധീനങ്ങളെയോ ബാങ്ക് ബാലൻസിനെയോ ആശ്രയിക്കാൻ പ്രലോഭിതരാകുന്നു, വ്യക്തികളെ പോലും. എന്നാൽ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ യഥാർത്ഥ ശക്തിയും കോട്ടയും അഭയവും ദൈവത്തിൽ മാത്രമാണ് എന്ന്. ഒരു പക്ഷേ ഒരു യുവജനത്തിൻ്റെ ഒരു യുവതി ആകാം, അവരുടെ ലഹരിയോടുള്ള പോരാട്ടമാകാം, ഒരു കുടുംബനാഥൻ്റെ സാമ്പത്തിക അരിശിഷ്ടാവസ്ഥയാവാം, ലോൺ കിട്ടാത്ത അവസ്ഥ, ലോൺ എടുത്തിട്ട് തിരിച്ച് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, വിസയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ജോലി നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥ എന്നിങ്ങനെയുള്ള പോരാട്ടങ്ങളിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ദാവീദിനെ പോലെ നമ്മുടെ കൈകളെ പോരിന് അഭ്യസിപ്പിക്കുന്ന ദൈവത്തിലേക്ക് നാം തിരിയണം. നമ്മുടെ ഇമോഷൻസിന് നാം വിധേയപ്പെടുകയാണെങ്കിൽ നമ്മളറിയാണ്ട് ആ വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വിഗ്രഹമായി മാറും. നമ്മുടെ പിതാവായ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ നാം ഈ നിമിഷവും ബാക്കി നമ്മെ ദൈവം വെച്ചിരിക്കുന്നത്, ഈ നിമിഷവും നമുക്ക് ജീവനുള്ളത് അതിനു വേണ്ടിയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണമായി നീ സ്നേഹിക്കുമ്പോൾ ബാക്കിയെല്ലാം നിനക്ക് നൽകപ്പെടും എന്ന് പിതാവായ ദൈവം നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. കർത്താവ് ഇത് പുതിയ നിയമത്തിൽ വളരെ അധികം തവണ ഇത് പല രീതിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് നമ്മളെ ബോധവാന്മാരും ബോധവതികളും ആക്കി മാറ്റുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉപമയിൽ കൂടെയും പല സാഹചര്യങ്ങളിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ ഈ സന്ദേശം കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണതയിലെത്തുന്നു എന്ന് നാം കാണുന്നു. കർത്താവായ യേശു പഠിപ്പിച്ചു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. എന്നിൽ വസിക്കുന്നവനും ഞാൻ അവനിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ആ ഫലം ഫലഭൂയിഷ്ടമായി മാറുന്നു, വളരെയധികം ഫലങ്ങൾ നൽകുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് യോഹന്നാൻ 15:5 നാം വായിക്കുന്നു. സഹോദരങ്ങളെ, ഈ സങ്കീർത്തനത്തിലെ ആശ്രയത്തിൻ്റെ സന്ദേശം കർത്താവായ യേശുവിൻ്റെ ഈ വാക്കുകളിലും പ്രതിഫലിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ ക്ലേശവും, അതായത് ഓരോ യുദ്ധവും ജയിക്കാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ ശക്തി ആവശ്യമാണ്. അതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല. അവിടുത്തെ സ്നേഹവും വിനയവും അനുകരിച്ചുകൊണ്ട് നാം ഈ ലോകത്തിലെ തിന്മകളോട് പോരാടാൻ ശക്തി പ്രാപിച്ചേ മതിയാവും. നമ്മിൽ ആശ്രയിക്കുന്നത്, സൃഷ്ടികളിൽ ആശ്രയിക്കുന്നത് നിർത്തി സൃഷ്ടാവിനെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് നാം വളരണം. അതിനാൽ ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ നല്ല പാഠങ്ങൾ, പ്രത്യേകിച്ച് ഈ സങ്കീർത്തന ഭാഗത്തു നിന്നുള്ളത് നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാം നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുകയും വേണം. പ്രാർത്ഥനയിലൂടെയും വചന ധ്യാനത്തിലൂടെയും നമുക്ക് ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാം. സഹോദരങ്ങളെ സ്നേഹിച്ചും കരുണ കാണിച്ചും ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും നീതിക്ക് വേണ്ടി നിലകൊണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ ഈ സങ്കീർത്തന ഭാഗം മറ്റ് സങ്കീർത്തന ഭാഗങ്ങളെപ്പോലെ തന്നെ നമ്മെ പ്രചോദിപ്പിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം എപ്പോഴും തയ്യാറായിരിക്കണം. അത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു ഗ്ലോബൽ ഇവൻ്റ് ആണ് എന്നുള്ളത് മറക്കണ്ട. നോയയുടെ കാലത്തെ പോലെ, സൊദോം ഗൊമോറയിൽ നടന്നതുപോലെ അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു യുദ്ധക്കളമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവ് സമാധാനത്തിൻ്റെയും പൂർണ്ണമായ വിജയത്തിൻ്റെയും സമയമായിരിക്കും. ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയം അർപ്പിക്കാതെ നിത്യജീവനായി നമുക്കൊരുങ്ങാം. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവാം. അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടില്ല.